എന്റെ ആദ്യത്തെ വന്ദേ ഭാരത് യാത്രയ്ക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മംഗലാപുരം സെൻട്രലിൽ നിന്ന് മഡ്ഗൗൺ വരെയായിരുന്നു ഞങ്ങളുടെ വന്ദേ ഭാരത് യാത്ര. ആദ്യമായിട്ട് വന്ദേ ഭാരതിൽ കയറുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എല്ലാവരും പറഞ്ഞ് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വന്ദേ ഭാരതിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എല്ലാവരും പറഞ്ഞു കേട്ട ആ വന്ദേ ഭാരത് എക്സ്പീരിയൻസ് അതൊന്ന് അനുഭവിക്കണം എന്നുള്ളത് ഞാനിങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു. സോ കയറി കഴിഞ്ഞിട്ട് എൻ്റെ എക്സൈറ്റ്മെന്റ് കാരണം ഞാൻ സീറ്റിലൊന്നും ഇരിക്കാതെ ഇങ്ങനെ ഓടി നടന്ന് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുകയായിരുന്നു. എൻ്റെ യാത്ര കൂടുതലും ഇന്റർസിറ്റിയിലാണ് കേട്ടോ. ആലുവെന്ന് വടകരയും അതുപോലെ തന്നെ തിരിച്ചും. അത് വെച്ച് നോക്കുമ്പോൾ ഇത് സ്വർഗീയ യാത്ര തന്നെയാണ് ശരിക്കും. റേറ്റ് കൂടുതലാണെങ്കിലും നമ്മൾ എല്ലാവരും ഒരിക്കലെങ്കിലും വന്ദേ ഭാരതിൽ ഒന്ന് യാത്ര ചെയ്യണം, എന്നാലേ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. എന്നേരത്തെ ഞാൻ ഇന്റർസിറ്റിയെ തട്ടിക്കട്ടി പറയല്ല കേട്ടോ. പക്ഷേ ഇതിനകത്തുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ശരിക്കും സ്വർഗീയ യാത്ര തന്നെയാണ്. അങ്ങനെ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലൊക്കെ നടന്നു പോയി വീഡിയോ പിടിച്ചതിന് ശേഷം ഞാൻ തിരിച്ചെന്റെ സീറ്റിലേക്ക് തന്നെ വന്നു. അപ്പോഴേക്കും സ്നാക്സ് വന്നിട്ടുണ്ടായിരുന്നു. മൊത്തം നോർത്ത് ഇന്ത്യൻ സാധനങ്ങളായിരുന്നു കേട്ടോ. ഒരു മാനിയ ഗോൾഡ് ജ്യൂസോ പിന്നെ പോപ്പോണും അതുപോലെ തന്നെ ഈ മിക്സ്ചർ ഉണ്ടല്ലോ നോർത്ത് ഇന്ത്യൻ ടൈപ്പ്, അതുകൂട്ട് എന്തോ ഒരു സാധനം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെറിയ പാക്കറ്റിനകത്തും ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരു ബിസ്ക്കറ്റ്, പീനട്ട് കുക്കിയോ എന്തോ ഒരു ബിസ്ക്കറ്റ്, പിന്നെ ഇതും ഒരു അങ്ങനെ എന്തൊക്കെയോ വന്നു. അപ്പോഴാണ് അതേ മനുഷ്യനെ അപമാനിക്കാനായിട്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കൊണ്ടുവച്ചിരിക്കുന്നു. മലയാളം ന്യൂസ് പേപ്പർ തന്നെ മര്യാദയ്ക്ക് വായിക്കാത്ത എൻ്റെ മുന്നിലാണ് ഇംഗ്ലീഷിലെ ന്യൂസ് പേപ്പർ. പിന്നെ നമ്മളെ കണ്ടാൽ കുറച്ച് സ്റ്റാൻഡേർഡ് ഒക്കെ തോന്നുകൊണ്ട് അവർ തെറ്റിദ്ധരിച്ചു കൊണ്ട് വയ്ക്കാനായതാണ് സാധ്യത. ന്യൂസ് പേപ്പർ അതേപോലെ മാറ്റി വെച്ചിട്ട് ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. മംഗലാപുരം സെൻട്രലിൽ നിന്ന് ഞങ്ങൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതായിരുന്നു. അതുകൊണ്ട് വയറ് നല്ലോണം നിറഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കൊണ്ടുവച്ചതല്ലേ കളയണ്ടല്ലോ എന്ന് കരുതി ഇതും കൂടെ കുത്തിക്കറ്റി. എന്നിട്ട് മൊത്തമൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. ബാക്കി നമ്മൾ കയ്യിലെടുത്തു. വന്ദേ ഭാരതിലുള്ള യാത്ര എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തൊരു സ്മൂത്ത് യാത്രയാണല്ലേ. കാരണം നമ്മൾ പോവുകയാണെന്നും കൂടെ അറിയില്ല, അത്രയ്ക്കും കൂടി ജെർക്കിംഗ് ഇല്ല, ഒന്നുമില്ല. യാത്ര ചെയ്യാന്ന് പോലും നമുക്ക് തോന്നില്ല. എനിക്ക് എന്തായാലും സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആസ്വദിച്ച് യാത്രയൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ലഞ്ച് എത്തി. എൻ്റെ ദൈവമേ ഇതൊക്കെ കൂടെ എങ്ങനെ കുത്തിക്ക് വെച്ചാന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ അന്തിച്ചു പോയി. ബട്ട് ഈ ലഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ദാൽ കറി ചാവൽ ഹിന്ദിക്കാരുടെ അതെനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് കഴിക്കാനായിട്ട് എനിക്ക് അത്ര മടിയൊന്നും തോന്നിയില്ല. വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാനിതെല്ലാം കുത്തിക്കയറ്റി. ചാറായിട്ടുണ്ടായിരുന്നത് ദാൽ കറിയും അതുപോലെ തന്നെ പനീർ കറിയാണ് കേട്ടോ. ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതുപോലെ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു മസാല പോലത്തെ കറിയും കൂടെയാണ് പിന്നെ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ നല്ല കട്ട തൈരും. ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ് കോംബോ ആയിരുന്നതുകൊണ്ട് ഞാൻ നല്ല ആസ്വദിച്ച് തന്നെയാണ് ലഞ്ച് കഴിച്ചത്. ഫൈനലി നമ്മൾ മഡ്ഗൗൺ സ്റ്റേഷനിലെത്തി. അവിടുന്ന് നമ്മൾ നേരെ ഗോവയിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന റിസോർട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ വന്ദേ ഭാരത് യാത്രയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.